ഇല്ലായിരുന്നെങ്കിൽ ഇസ്രയേൽ ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഇറാൻ വിഷയത്തിൽ നെതന്യാഹുവിന് മുന്നറിയിപ്പുമായി ട്രംപ്. ജോർഡനിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി പടരുന്നു. ഫെബ്രുവരിയിൽ ഇറാനുമായി യുദ്ധം ആരംഭിച്ചതിനു ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ആദ്യമായി വൈറ്റ് ഹൌസിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്തി. വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ അടച്ചിട്ട മുറിയിലായിരുന്നു ഇരുവരുടെയും നിർണായക ചർച്ച. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഫലപ്രദമായ ചർച്ചയാണിതെന്ന് നെതന്യാഹു പറഞ്ഞു. ട്രംപുമായി ഇതുവരെ നടത്തിയ ചർച്ചകളിൽ ഏറ്റവും മികച്ചതായിരുന്നു ഇതെന്നും നെതന്യാഹു അഭിപ്രായപ്പെട്ടു. ഇരുവരും തമ്മിൽ ഉണ്ടായ ഈ കൂടിക്കാഴ്ച വളരെ ക്രിയാത്മകവും ഫലപ്രദവുമാണെന്നാണ് വൈറ്റ് ഹൌസിന്റെയും പ്രതികരണം. എന്നാൽ ഈ സൗഹൃദപരമായ അന്തരീക്ഷത്തിന് തൊട്ടു മുൻപ് തന്നെ ഇറാൻ വിഷയത്തിൽ നെതന്യാഹുവിനെതിരെ ട്രംപ് നടത്തിയ പരസ്യ വിമർശനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി. ഫോക്സ് ന്യൂസിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ ഇറാനിലെ പുതിയ ആണവ കേന്ദ്രത്തെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ അറിയിക്കാൻ നെതന്യാഹു തന്റെ അടുത്തേക്ക് വരേണ്ട കാര്യമില്ലെന്ന് ട്രംപ് പറഞ്ഞു. അവിടെ എന്താണ് നടക്കുന്നതെന്ന് തനിക്ക് വ്യക്തമായി അറിയാമെന്നും അമേരിക്കയെ ഈ യുദ്ധത്തിൽ കൂടുതൽ കാലം പങ്കാളിയാക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നതെന്നും ട്രംപ് ആരോപിച്ചു. ഇറാനിലെ പീക്ക് എക്സ് മൗണ്ടൻ ആണവ കേന്ദ്രത്തെക്കുറിച്ച് നെതന്യാഹു പരസ്യമായി പ്രതികരിച്ചതിലും ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചു. അത്തരം വിവരങ്ങൾ പൊതുവേദിയിൽ പറയുന്നതിനു പകരം നേരിട്ട് തന്നെ അറിയിക്കാമായിരുന്നില്ലേ എന്ന് ട്രംപിന്റെ ചോദ്യം ചോദിച്ചു. ഈ വിഷയം തനിക്ക് വലിയൊരു പ്രശ്നമല്ലെന്നും ഇറാൻ കരാറിന് തയ്യാറാകുന്നില്ലെങ്കിൽ ആ ആണവ കേന്ദ്രം വളരെ എളുപ്പത്തിൽ തകർക്കാൻ കഴിയുമെന്നും ട്രംപ് മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെച്ച മറ്റൊരു അവകാശവാദവും ട്രംപ് ഉന്നയിച്ചു. താൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നില്ലെങ്കിൽ ഇന്ന് ഇസ്രയേൽ എന്ന രാജ്യം തന്നെ ലോകത്ത് ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. അതേസമയം ഇറാന്റെ ഊർജ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രയേൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അമേരിക്ക അതിന് അനുമതി നൽകുന്നില്ലെന്ന് ഇസ്രയേൽ കാറ്റ്സ് വെളിപ്പെടുത്തി. ഇറാന്റെ ഊർജ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ അത് ആഗോളതലത്തിൽ എണ്ണവില കുത്തനെ ഉയരാനും ഇറാൻ അയൽ രാജ്യങ്ങൾക്കെതിരെ വ്യാപകമായ പ്രത്യാക്രമണങ്ങൾ നടത്താനും കാരണമാകുമെന്ന പേടിയിലാണ് US ഇത് തടയുന്നത്. ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കാറ്റ്സ് ഇക്കാര്യം തുറന്നു സമ്മതിക്കുന്നുമുണ്ട്. വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ച വളരെ മികച്ചതെന്ന് നെതന്യാഹു വിശേഷിപ്പിച്ചെങ്കിലും കൂടിക്കാഴ്ചയിൽ പല നിർണായക വിഷയങ്ങളും ചർച്ചയായില്ലെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ഗാസയുടെ പുനർനിർമ്മാണം, സിറിയയിലും ലെബനിലും നിന്നുള്ള ഇസ്രയേൽ സൈന്യത്തിന്റെ പിന്മാറ്റം, വെസ്റ്റ് ബാങ്കിലെ സംഘർഷങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ലെന്ന് ഇസ്രയേൽ അധികൃതർ തന്നെ വ്യക്തമാക്കി. അതേസമയം വെസ്റ്റ് ബാങ്കിലെ പലസ്തീനുകൾക്കെതിരായ തീവ്ര ജൂത കുടിയേറ്റക്കാരുടെ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് വൈറ്റ് ഹൌസിന് പുറത്ത് നെതന്യാഹുവിനെതിരെ പ്രതിഷേധം നടക്കുകയും ചെയ്തു. ഇതിനിടെ പശ്ചിമേഷ്യയിലെ സൈനിക സാഹചര്യം വീണ്ടും അതീവ സംഘർഷഭരിതമാകുകയാണ്. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘടനകളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കയും സൗദി അറേബ്യയും സംയുക്തമായി വ്യോമാക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ സേനയ്ക്കും സൗദിയുടെ എണ്ണ ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ ഉണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ നടപടി. ഇതിന് പിന്നാലെ ജോർഡനിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി. അമേരിക്കൻ ആക്രമണം വീണ്ടും ആരംഭിച്ചതിന് പിന്നാലെ US സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ ഇറാൻ നടത്തുന്ന ആദ്യ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് ഇത് എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയുടെ ആക്രമണങ്ങൾ അവസാനിക്കുന്നതുവരെ പ്രതിരോധ നടപടികൾ തുടരുമെന്ന് IRGC വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ താൽപര്യങ്ങൾക്കെതിരെയായ അമേരിക്കയുടെ ഇടപെടലുകൾ അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഇറാൻ അനുകൂല സായുധ സംഘടനകൾ നടത്തിയ 30-ലധികം ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഇറാഖിലെ ലോജിസ്റ്റിക് കേന്ദ്രങ്ങളും ആയുധ ശേഖരങ്ങളും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത് എന്ന് സെൻകോം അറിയിച്ചു. ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെ അമേരിക്കൻ പൗരന്മാർക്കും സൈനിക കേന്ദ്രങ്ങൾക്കും നേരെ 600-ലധികം ആക്രമണ ശ്രമങ്ങൾ നടന്നതായും സെൻകോം അവകാശപ്പെട്ടു. അതേസമയം സൗദി അറേബ്യയിലെ പെട്രോളിയം കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ US സേനയുമായി ഏകോപിപ്പിച്ചാണ് ഇറാഖിലെ ഇറാൻ അനുകൂല കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതെന്ന് സൗദി പ്രതിരോധ മന്ത്രാലയവും സ്ഥിരീകരിച്ചു.
കിഴക്കൻ പ്രവിശ്യയിലെയും റിയാദ് മേഖലയിലെയും എണ്ണ സൗകര്യങ്ങൾ ആക്രമിച്ചതിൽ ഇറാന് പങ്കുണ്ടെന്ന് സൗദി വീണ്ടും ആരോപിച്ചു. ഏകപക്ഷീയമായ യുദ്ധം സൗദി ആഗ്രഹിക്കുന്നില്ലെങ്കിലും രാജ്യത്തിനെതിരായ ഏത് ആക്രമണത്തിനും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ തങ്ങളുടെ പരമാധികാരം ഒരു സാഹചര്യത്തിലും ചോദ്യം ചെയ്യാൻ അനുവദിക്കില്ലെന്നും അത് സംരക്ഷിക്കാൻ ഏത് നടപടിക്കും തയ്യാറാകുമെന്നും ഇറാൻ ഉപദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മേഖലയിലെ സംഘർഷം കുറയ്ക്കുന്നതിനായി ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് സംയുക്ത മേൽനോട്ടം സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ഒമാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ സൈനിക നീക്കങ്ങളും പരസ്പര ആക്രമണങ്ങളും ശക്തമായ സാഹചര്യത്തിൽ ആ നീക്കത്തിന്റെ ഭാവി അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ, സൗദി അറേബ്യ എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയെ വീണ്ടും വലിയൊരു സൈനിക ഏറ്റുമുട്ടലിന്റെ വക്കിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലെ നയതന്ത്ര സൈനിക നീക്കങ്ങൾ മേഖലയുടെ ഭാവി നിർണ്ണയിക്കുമെന്ന ആശങ്കയാണ് അന്താരാഷ്ട്ര സമൂഹം പങ്കുവയ്ക്കുന്നത്. നയതന്ത്ര ചർച്ചകൾ തുടരുന്നുണ്ടെങ്കിലും അതിനൊപ്പം സൈനിക നടപടികളും ശക്തമാകുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് മുതൽ ജോർഡനിലെയും ഇറാഖിലെയും സൈനിക കേന്ദ്രങ്ങൾ വരെ സംഘർഷത്തിന്റെ വ്യാപ്തി ഉയരുന്ന സാഹചര്യത്തിൽ ഏത് ചെറിയ പ്രകോപനവും മേഖലയെ വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന ആശങ്കയാണ് അന്താരാഷ്ട്ര സമൂഹത്തിനുള്ളത്. വരും ദിവസങ്ങളിലെ അമേരിക്ക, ഇറാൻ, ഇസ്രയേൽ എന്നിവയുടെ നീക്കങ്ങൾ പശ്ചിമേഷ്യയുടെ സുരക്ഷാ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകുമെന്ന് ഉറപ്പുമാണ്.